പെരുമ്പാവൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിയോഫിനുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ഈ വ്യാജ ആധാർ കാർഡുകൾ അടക്കമുള്ള ഡോക്യുമെന്റുകൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നാണല്ലോ നമുക്ക് പ്രധാനമായും അറിയേണ്ടത്. വിനിഷ, അതായത് കുറേ നാളുകളായി ഈ പെരുമ്പാവൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് പെരുമ്പാവൂർ മേഖലയിലാണ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ളവർ. അതും അതിൽ കൂടുതൽ തന്നെ ഒരുപാട് പേർ കഴിഞ്ഞ ദിവസം പല ക്രിമിനൽ കേസുകളിലും ലഹരി കേസുകളിലും ഉൾപ്പെട്ട പോലീസ് പിടികൂടിയത് ഈ ബംഗാളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന അങ്ങനെയുള്ള കുറേ പേരെ പലപ്പോഴായി കൊച്ചിയിൽ നിന്ന് തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പലരും കുറ്റകൃത്യങ്ങളിൽ വരെ ഉൾപ്പെട്ട ശേഷം പെരുമ്പാവൂർ മേഖലയിലെത്തി ഒളിവിൽ താമസിക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എത്തുന്ന പല ആൾക്കാരുടെ കയ്യിലും ആധാർ കാർഡുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് സംശയിച്ചിരുന്നത് ഇവിടെ ആധാർ കാർഡ് നിർമ്മിക്കുന്നു എന്ന കാര്യം പോലീസിന് ഇതുവരെ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരെ എത്തിക്കുന്ന പല ഏജൻറ്റുമാരും ഇവർക്ക് വ്യാജ ആധാർ കാർഡുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് കൊടുക്കുന്നതിന്, മറ്റ് തിരിച്ചറിയൽ കാർഡ് രേഖകളും ഉൾപ്പെടെ സംഘടിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു വലിയ ലോബി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്തരം കാർഡുമായി ഇവർ എത്തുന്നുണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ. പക്ഷേ ഇവിടെ തന്നെ, അതായത് പെരുമ്പാവൂരിൽ തന്നെ ഇവർക്ക് വേണ്ടി വ്യാജ കാർഡുകൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ ചില സ്ഥാപനങ്ങൾ നടത്തുന്നു എന്ന വിവരം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2 പേരെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തു, അതിന് മുൻപ് ഒരു ദിവസം ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ 2 പേർ. ഇന്നലെ അറസ്റ്റിലായത് ആസാം സ്വദേശി റെയ്ഹാൻ ഉദ്ദീനാണ്. ഈ 20 വയസ്സേ ഉള്ളൂ ഇയാൾക്ക്, അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതിന് മുൻപൊരു ദിവസം ഹാരിജുൽ ഇസ്ലാം എന്നയാളെയും പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ റെയ്ഹാൻ്റെ ഇയാൾ അവിടെ പെരുമ്പാവൂരിൽ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൽ, മുനിസിപ്പൽ ബിൽഡിങ്ങിൽ മൈത്രി മൊബൈൽസ് എന്നൊരു സ്ഥാപനം നടത്തുന്നു. ഈ സ്ഥാപനത്തിലാണ് ഇയാൾ വ്യാജ രേഖ, അതായത് വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചു നൽകുന്നത്. പോലീസ് ഇയാളെ പിടിക്കുമ്പോൾ ഇയാൾ ഒരു സ്ത്രീയുടെ പേരിലുള്ള ആധാർ കാർഡിൽ അവരുടെ ചിത്രം മാറ്റി അത് മോർഫ് ചെയ്ത്, അതായത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ചെയ്ത ഒരു പുരുഷൻ്റെ ചിത്രം വെച്ച് അത് പ്രിൻ്റ് എടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഇയാളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തു. 25,000 രൂപയോളം പണവുമായും പിടിച്ചെടുത്തു. ഈ ലാപ്ടോപ്പിൽ പലതവണയായി പലർക്കും വേണ്ടി വ്യാജ ആധാർ കാർഡുകൾ ഫോട്ടോഷോപ്പ് ചെയ്ത് നിർമ്മിച്ചതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 3 സ്ഥാപനങ്ങളിൽ നിന്നായി ഏതാനും പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ നിന്നാണ് ഒരാളെ ആദ്യം അറസ്റ്റ് ചെയ്തത്. ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് റെയ്ഹാനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇന്നലെ റെയ്ഹാനെ അറസ്റ്റ് ചെയ്തു. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. എന്തായാലും ഈ മേഖലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. മൊബൈൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള, പ്രത്യേകിച്ച് മൊബൈൽ എടുക്കുന്നതിനാണ്, പുതിയ മൊബൈൽ നമ്പറുകൾ എടുക്കുന്നതിനാണ് ആധാർ കാർഡ് ഏറ്റവും കൂടുതൽ ഇവർ ആവശ്യം ആയി വരുന്നത്. അതിന് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു രേഖയുമില്ലാതെ എത്തുന്നവർക്ക് വേണ്ടിയുള്ള വ്യാജ ആധാർ കാർഡുകൾ ഉൾപ്പെടെ ഇവർ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതേ കാർഡ് ഉപയോഗിച്ച് ഇവർ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. വിനിഷ. ഓക്കെ, തിയോഫിനാണ് വിശദമായി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അന്വേഷണം ഏത് നിലയിൽ പുരോഗമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി നമ്മളോട് പങ്കുവച്ചത്.